അബിയുടെയും ജിൻസന്റെയും ബർത്ത്ഡേ ട്രീറ്റിലേക്ക് പോവാണ്. അത് മാത്രമല്ല ഈ ട്രീറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആവി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമ്മുടെ ഹാർട്ട്ലി ഡേവിഡ്സൺ ഷോറൂമിൻ്റെ തൊട്ടടുത്ത റെസ്റ്റോറൻ്റാണ്, നമ്മുടെ സിഗ്നേച്ചർ റെസ്റ്റോറൻ്റാണ്. അവിടെ ഇന്ന് പാർട്ടി നടക്കുകയാണ്, ഈ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ നമുക്ക് പാർട്ടിയിലേക്ക് കിടക്കാം. ഇത് ഭയങ്കര ഒരുപാട് പൂവുകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. നോക്കാം, കണ്ടല്ലേ എല്ലാവരും ചാടിക്കറി ഇരുന്നിരിക്കുന്നു. ചാടി കയറി ഇരുന്നു. വേറെ കാര്യം കൂടെ ഉണ്ട്. ഓണമാണ്, ഇവർ ഭയങ്കര തിരക്കാണ് ഓണത്തിനിടയിൽ. എന്നിട്ടും നമ്മുടെ കൂടുതൽ വന്നിരിക്കുകയാണ്. ഓണത്തിൻ്റെ തിരക്കുകൾ എന്തൊക്കെയാണ് ഫൈസലിന് എന്തൊക്കെയാണ് പറയാനുണ്ടല്ലോ ഓണത്തിരക്കുകൾ? ഞങ്ങള് ചില സമയങ്ങളിൽ നമ്മൾ ഈ ഓണത്തിനൊക്കെ പല ക്ലൈന്റിനും പല ടൈപ്പ് ഓഫ് പരസ്യങ്ങൾ വേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ ചെയ്തൊരു പരസ്യമാണ്, അതായത് ഓണത്തിന് എല്ലാ പരസ്യത്തിലും മഹാബലിനെ കാണാൻ പറ്റുന്നത്. ഒരിക്കൽ ഞങ്ങളൊരു ഓണത്തിന് പരസ്യം ചെയ്തു. പെട്ടെന്ന് ടി വി വെച്ച് നോക്കുമ്പോഴത്തേക്കും മഹാബലിക്ക് പകരം ക്രിസ്മസ് പപ്പ ഓണത്തിന് വന്നു. അപ്പൊ എന്താന്ന് കേൾക്കുമ്പോൾ പപ്പ പറയുന്ന ഡയലോഗ് ഇതാണ്, അത് ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ആക്ച്വലി പപ്പ വന്നിട്ട് പറയുന്നതാണ്, ക്രിസ്മസ് വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഓണത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞൊരു പരസ്യം. അപ്പൊ അത് കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നോട്ടീസായ ഒരു പരസ്യമാണ്. അതായിരുന്നു ഒരു ഓണത്തിന് ജനറലായിട്ട് പരസ്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. പ്രത്യേകിച്ച് കേരള മാർക്കറ്റിലെ നല്ലൊരു മാർക്കറ്റിലെ ഓണം സമയം. പിന്നെ കൊടവേറുള്ളവർക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും അല്ല മറ്റേ മാവേലിയായിട്ട് വേഷം കെട്ടാനായിട്ട്. ആ സമയത്ത് നാട്ടിൻപുറങ്ങളിലും ഹൗസിംഗ് സൊസൈറ്റികളിലും ബിൽഡിങ്ങുകളിലും എല്ലാ സ്ഥലത്തും അവിടെയുള്ള ഒരു വയർ ചാടിയ ഒരാളെ ഒരു വൺ ഡിമാൻഡ് ആയിരിക്കും അന്നത്തെ ഒരു ദിവസം മാവേലിയായിട്ട്. TVC ഫാക്ടറിയിലെ ആരാണത് എനിക്കറിയാം, ആരാണ്? അഭിനോ? അയ്യോ, ഉണങ്ങിയ അഭിൻ കുചേലനായിരിക്കും. അല്ല, ആക്ച്വലി ഡിനു ആണ് നമ്മുടെ പപ്പ ആയത് കഴിഞ്ഞ വർഷവും ആണല്ലേ. അപ്പൊ ലുക്ക് വെച്ചിട്ട് ഡിനു തന്നെയാണ് അതിന്റെ ഒരാള്. ആസ്ഥാന ഈ കൊടവേറിനെ കുറിച്ച് പറഞ്ഞപ്പോഴായി അതിനു വേണ്ടിയിട്ടുള്ള കൊടകൾക്കുള്ള പരസ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓണത്തിന്റെ സമയത്ത് മിക്കവാറും നാഷണൽ ബ്രാൻഡുകൾക്കൊക്കെ കേരള പരസ്യങ്ങൾ വേണ്ടി വരും. ലോക്കൽ ബ്രാൻഡ് സാംസങ്ങിനൊക്കെ വേണ്ടിയുള്ള ഓണം പരസ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ മാർക്കറ്റാണ്. അപ്പോൾ ഈ സമയങ്ങളിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ മാസങ്ങളിലും അതിനു മുമ്പ് ഫ്രീ ആയി ചെയ്യേണ്ട വർക്കുകളൊക്കെ ചെയ്ത് തീർത്തു അല്ലേ? ഫ്രീ ആയിരിക്കണം. ആക്ച്വലി ഫ്രീ എന്ന് പറയാൻ പറ്റത്തില്ല, ഓണത്തിന്റെ ഒരു മൂഡിലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് വർക്കുകൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ മെയിൻ പരസ്യങ്ങൾ അല്ലാതെ ഓഫറുകളും സ്കീമും ഒക്കെ ഉള്ള പരസ്യങ്ങളും ഡിസ്കൗണ്ട് പറഞ്ഞ പോലെ അങ്ങനെ ഒരിക്കലും വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടി ഇല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, ഈ ഓണം പരസ്യമാക്കാം. കാരണം ഇത്രയും ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണല്ലോ. അപ്പോൾ ഓൾറെഡി ഒരുപാട് അതാ പറഞ്ഞേ, സേജറിനാണ് ഏറ്റവും ചെറുത്, പിന്നെ ഏറ്റവും പ്രായം പറഞ്ഞ ആള്. അപ്പൊ ദിനേശുമായിട്ട് ഒരു 2 വയസ്സ് വ്യത്യാസം. ഇളതാണോ? ദിനേശ് എന്നെ 2 വയസ്സ് മൂത്ത. പുറത്ത് പറയാൻ പാടില്ല, പുറത്ത് പ്രായം പറയാൻ പാടില്ല. എന്തായാലും പക്ഷെ ഇത്രയും നിങ്ങൾ ഒരുപാട് മോഡലുകളൊക്കെ വെച്ച് പരസ്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ചിലപ്പോ ഈ മോഡലൊക്കെ ചോദ്യത്തിന്റെ പുറയിൽ ഒരു അമ്പ് വരുന്നുണ്ടല്ലോ. ചോദിക്കൂ. ഈ പ്രേമ അഭ്യർത്ഥന എന്നിട്ട് ഒരു പരസ്യം ചെയ്ത് കഴിയുമ്പോൾ വന്നിട്ട് പറയാണ്, സാർ ദിനേശനോട് വന്നിട്ട് പറയാണ്, ഒരു പെൺകുട്ടി ഒരു മോഡൽ വന്നിട്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പരസ്യമല്ല, ദിനേശനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ യാതൊരു സാധ്യതയുമില്ല പരസ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ. കാരണം ദിനേശിനെ ഇവർക്കൊക്കെ വലിയ കാര്യമാണ്. ദിനേശ് എന്ന് വെച്ചാൽ ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഈ ദിനേശ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും കൂടിയാണല്ലോ, അത് നമുക്ക് അറിയാലോ. അതെ. അപ്പോൾ ദിനേശ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിനയിക്കാനായിട്ട് തീവ്രമായ ആഗ്രഹമുള്ള നല്ല ആൾക്കാരെ ദിനേശ് കറക്റ്റ് മൈൻഡിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ദിനേശ് ഭയങ്കര സിനിമാ സർക്കിളിലൊക്കെ ഭയങ്കര സൗഹൃദങ്ങളുള്ള ആൾക്കാർ. ഇപ്പോൾ സത്യനന്ദിക്കാട് സാറിൻ്റെയും കമൽ സാറിൻ്റെയും ലാൽ ജോസിൻ്റെയൊക്കെ സെറ്റിൽ ദിനേശ് വളരെ ആക്റ്റീവാണ്. അതുകൊണ്ടാരും ഇഷ്ടമില്ലെന്ന് പറയൂ. അല്ല, അതുകൊണ്ടൊക്കെ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ചാൻസ് വന്നാൽ ദിനേശ് അപ്പോൾ അവരെ കണക്ട് ചെയ്യും. അതുകൊണ്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ TVC ഫാക്ടറി വഴി ആദ്യ പരസ്യം ചെയ്ത ഒരു 10-25ഓളം നടിമാര് തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ അതിന്റെയൊക്കെ പുറകില് ദിനേശിന്റെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ?
അമലാപോള് അതെ അല്ലേ? അമലാപോൾ, നയൻതാര, തൃഷ, ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേരുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് പേര്. ഇത് എന്തിന് ഞാൻ പോലും ദിനേശന്റെ പുറകെ നടക്കുകയാണ് ഇപ്പൊ. അല്ല അവരൊക്കെ നമ്മളുടെ ഞങ്ങളത് സംസാരിക്കുന്നുണ്ട്. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫൈസൽ കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ കണ്ടപ്പോ വലുതെന്ന് പറയാണ് ഫൈസൽ എന്നോട്. നീ പേടിക്കണ്ട, ഇനി അവൻ പറഞ്ഞോണ്ടിരുന്നോളൂ കൊല്ലങ്ങളോളം. നീ ഒന്നുകൊണ്ട് ധൈര്യപ്പെടണ്ട. പലരും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കമ്പനിയിലെ ഒരു പരസ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു രാശി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം അത് എന്തോ അതൊരു ദൈവാനുഗ്രഹം. അതെ, എന്തുകൊണ്ട് എന്നിലേക്ക് നിങ്ങളുടെ ഒന്നും കടാക്ഷം വരുന്നില്ല? സത്യത്തിൽ സബാൻ അതെടുത്ത് നോക്കിയാൽ ഈ രാശി പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സത്യം, കൂടുതൽ പെണ്ണുങ്ങൾക്ക്. ദിനേശേട്ടാ, ഇത്രയും ചെറുപ്പക്കാര് ഉണ്ടായിട്ട് ഇവരോട് ആരോടും ഒരു പെൺകുട്ടി പോലും മോഡൽ പോലും വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവരോട് തന്നെ ചോദിക്കേണ്ടി വരും. കെഡായ നിങ്ങൾ തന്നെ പറയണം, നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. നമുക്കറിയില്ല, അത് ഫൈസലിനെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഏത് പെൺകുട്ടിയിലും വന്ന് പറഞ്ഞു ഇഷ്ടമാണ്. ദൈവാനുഗ്രഹം. ഒടുവിൽ കിട്ടിയ വാർത്ത അനുസരിച്ച് ഫൈസൽ ലോക്കാണ്. കാരണം എന്താ അറിയോ, ഓൾറെഡി ഇത്രയും മോഡലോട് കയറി ചെയ്യുമ്പോൾ എല്ലാവരും വന്നിട്ട് പറയാം ചിലപ്പം ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തും സത്യത്തിൽ. അങ്ങനെയൊന്നും തോന്നുന്ന അങ്ങനെയൊന്നും വന്ന് യുവമാരെയൊന്നും കണ്ട് പറയില്ല. കാരണം എന്താ അറിയോ, അവര് വന്ന് പറയാറുണ്ട് എന്നെ ഇനി ചീത്ത പറയരുത്, അങ്ങനെ പറയാറുണ്ട്. ഇത് സമയം എന്താ അറിയോ, ഈ പരസ്യം ഷൂട്ട് ചെയ്യുന്നതിന്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും ഒക്കെ ഇതുങ്ങളൊക്കെ താടിയും വളർത്തി ആകെ ഒരു കോലം കെട്ട കോലത്തിലല്ല സെറ്റിൽ നിൽക്കണം. ഈ സമയത്ത് അവിടെ സ്വന്തം ഗ്ലാമർ നോക്കണത്. അപ്പൊ ഇവർ ഇതെല്ലാം കഴിഞ്ഞ് ഷേവൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ആ പെണ്ണ് വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഈ ലാസ്റ്റ് പറഞ്ഞത് ശരിയാണ്, നമ്മളെ കോലം കെട്ടും. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ സിജോട്ടിനെ അങ്ങനെ ഒന്നും ആരും ചോദിക്കാറില്ല, അത് വെറും പുളുവാണ്. ആ സിജോ വർഗീസ് എന്ന ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ എത്രയാണ് ഫോളോവേഴ്സ്? ഒരു 10-25,000 പേരായിട്ടില്ലേ? ചുമ്മാ മിക്കതും അതിൽ പകുതി 5,000 അവന്റെ തന്നെ ഫേക്ക് ആയിരിക്കും. ഇത് വേറെ കാര്യമുണ്ട്, എന്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട് സിജോന്റെ ഫാൻസ് ആയിട്ട്. കാരണം ആ ബാംഗ്ലൂർ ഡേയ്സിലെ ആ ഒരു ഒറ്റ ക്യാരക്ടർ എന്തൊരു ഭംഗിയെ കാണാൻ, എന്തൊരു ലുക്കാണ്. സത്യം പറയട്ടെ, എന്നോട് പറഞ്ഞു ജോർജ് ക്ലൂണി എന്നാണ് പലരും എന്റെ അടുത്ത് പറഞ്ഞത്. ജോർജ് ക്ലൂണിനെ പോലെ ഉണ്ടല്ലോ പുള്ളി. ഇനി അടുത്ത അല്ല, അത് കുറച്ച് നാൾ മുമ്പ് എടുത്തൊരു ഡിസിഷനാണ് ഈ ഇനി ഡൈ ചെയ്യേണ്ടെന്ന്. ഒരു 3-4 വർഷമായി. അതുപോലും ഇപ്പൊ നമ്മുടെ തല ഇല്ലേ തമിഴിലെ തല സ്റ്റൈല് അതാണ്. അല്ല സിജേട്ടാ, അജിത്ത് നമ്മുടെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പൊ നമ്മൾ അജിത്തിനെ ഫോളോ ചെയ്തല്ല, അജിത്തും ഞാനും ഒക്കെ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ എങ്ങനെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഫാൻസ് കൂടുകയോ ചെയ്യുള്ളൂ അല്ലേ? ആകെ വയ്യാണ്ടായി. അത് മാത്രമല്ല, നമ്മുടെ സിജേട്ടനെ നമുക്ക് ദിനേശനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് ഓർമ്മ വരുന്നതെന്നറിയോ, നമ്മുടെ ഏതായിരുന്നു മൈ ബോസിനകത്തൊരു ഡയലോഗല്ലോ, നിങ്ങൾ എന്തോ പെണ്ണുമ്പിളെ കാണിക്കുന്നത്, എന്റെ ഓർഡർ വലിച്ച് കീറുവാണോ? ഒരുപാട് തലകൾ കൊയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ദിനേശ് പിന്നെ മദ്രാസ് കഫേയിലേക്ക് പോയി, മദ്രാസ് കഫേ ഹിന്ദിയിലേക്ക് പോയി. ഇപ്പൊ ഐഡിയയില് അഭിഷേക് ബച്ചന്റെ ക്യാമ്പയിനിലുണ്ട് ദിനേശ്. ആമറോൺ ബാറ്ററീസ് സ്ഥിരം കണ്ടോണ്ടിരിക്കുന്നത് ദിനേശനാണല്ലേ? കാരണം ദിനേശൻ നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ഒരു ഫേസും കൂടിയാണല്ലോ. എന്നാണ് അതിലെ കോ ആക്ടർ എന്നോട് ഇതുപോലെ ഒന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു മുതല. അപ്പൊ ദിനേശ് പറഞ്ഞു, ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞാൽ വേറെ ആമ്പിളുണ്ട്. ഇപ്പൊ ഒടുവിൽ കിട്ടിയ വാർത്ത അനുസരിച്ച് ആ മുതല ആരുടെ അടുത്താണ്? ആരെ പിടിച്ചേക്കുന്നത്? ചേട്ടൻ ഭയങ്കര എപ്പോഴും ഒരു നമ്മുടെ വേദികളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരാൾ കൂടെയാണ്. ഫുൾ ടൈം ഇങ്ങനെ കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫൈസലാണ് അത് ഏറ്റെടുക്കാൻ. കാരണം ഇവിടെ നിന്നൊക്കെ മുതലാന്ന് പറഞ്ഞ ഫൈസൽ കേട്ട ഒരു മുതലയാണെന്നുള്ള ഫൈസലിന് അറിയില്ല. മുതലാന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്തോളാം. ഈ ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് ശരിക്കും കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പൊ ഒരു ഒറ്റ മുതല എന്നുള്ള വാക്കിനെ തന്നെ 2 രീതിയിൽ പ്രൊണൗൺസ് ചെയ്തപ്പോൾ അർത്ഥം മാറിപ്പോയി. ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ പരസ്യങ്ങളിലേക്ക് വരുന്നത്, ലൈഫിലും വരിക, നമുക്ക് കൂടുതലും വരുന്നത്. നമ്മുടെ എവിടെയായാലും നമ്മുടെ ഓഫീസ് ലൈവ്ലി ആണെങ്കിൽ നമ്മുടെ പകുതി ജോലി ഈസിയായി. അത് ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ ആയിരിക്കും.
നമ്മുടെ ഓഫീസിൽ അങ്ങനെ നേരവും കാലമൊന്നും ഇല്ലല്ലോ. എപ്പോഴും 24 hours വർക്കിംഗ് ഉള്ള സംഭവം. 24 hours വർക്കിംഗ് ആണ്. കാരണം ഇതൊരു മൈൻഡ് വർക്ക് ചെയ്യേണ്ടതല്ലേ. ഇപ്പൊ ഒരു ജോലി ചെയ്ത് തീർക്കാന്ന് പറയണ പോലെ തീർക്കാൻ പറ്റില്ല. അതായത് ആള് എഴുന്നേക്കുന്നത് ഏത് സമയത്തായാലും കുഴപ്പമില്ല, ഒന്ന് റെഡി ആയിട്ട് ഓഫീസിൽ നിന്ന് അവിടെ ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് ഇവരെ രണ്ടുപേരെ ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാവരോടും ചോദിക്കാനുള്ള കാര്യം, രണ്ടുപേരും സിനിമാ നടന്മാരാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ആ ഒരു മോഹം തോന്നിയില്ല? ഇനി തോന്നിയിട്ട് ഇവരെ ആരെങ്കിലും അടിച്ചൊതുക്കി വെച്ചേക്കുന്നതാണോ? സത്യം തുറന്നു പറയണം, ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞു, ആരും ഒന്നും പറയില്ല. ഐ മീൻ ഫൈസലിനെ പോലെയും സൗന്ദര്യമുള്ള വ്യക്തികൾ, ഗ്ലാമറുള്ള ഓരോരുത്തരും പറയോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണ്. ആക്ടർ ലാസ്റ്റ് പറഞ്ഞത് ഒട്ടും ശരിയല്ല. അവര് ഫുൾ ഫ്രീഡം തന്നേക്കാണ്. നമുക്ക് ഉള്ള പ്രോജക്ട്സിൽ നമ്മൾ ശ്രദ്ധിച്ച് അത് ആ വർക്ക് നടക്കുന്നു. പാരലലി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മേഖലയിൽ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ആണെങ്കിൽ അതിനുള്ള ആ സ്പേസ് എല്ലാവർക്കും തന്നെ വിട്ടു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു, ഇവരുടെ എല്ലാം മനസ്സിൽ പരസ്യങ്ങളാണ്. അതുകൊണ്ടാണല്ലേ അഭിനയിക്കണം എന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എപ്പോഴും ഡയറക്ഷനാണ് നമ്മുടെ ഒരു എയിം. അപ്പോൾ അതിനൊരു മാറി അഭിനയിക്കുന്നുണ്ടെങ്കിലും തോന്നിയാൽ അന്ന് നമുക്ക് അഭിനയത്തിലേക്ക് വരാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. കാരണം ഗുരുക്കന്മാർ രണ്ടുപേരും ആണല്ലോ. ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഇവരൊക്കെ സംസാരിക്കുന്ന രീതിയാണ് എല്ലാം പാവങ്ങളല്ലേ. എല്ലാം അതെനിക്ക് മനസ്സിലായി. എന്താണെന്നറിയോ, ഒരു വ്യക്തി തുടങ്ങിയപ്പോൾ മുതൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇതുവരെ ഹാപ്പി ഓണെങ്കിലും ഞാൻ പറയിപ്പിക്കും. അത് ഇങ്ങോട്ട് വരട്ടെ. എഡിറ്റേഴ്സിന് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ ക്ഷമ. കാരണം പല ഡയറക്ടേഴ്സിന് പല രീതിയിലുള്ള ബിഹേവിയർ അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു സ്വഭാവം അനുസരിച്ച് ഒന്നും മിണ്ടാതിരിക്കുക എന്നാൽ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ജോലിയാണ്.